പിടിച്ചുകൊണ്ട് ഓ ദൈവമേ ചേർന്ന് പാടി കണ്ണുകൾ തുറന്ന് അൾത്താരിലേക്ക് നോക്കി യേശുവിനെ ആരാധിക്കട്ടെ. കരങ്ങൾ ഉയർത്തി അല്പം വീശിക്കൊണ്ട് സാവകാശം Glory to Lord. ചേർന്ന് പാടി പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ നീ പരിശുദ്ധൻ പരിശുദ്ധൻ ആരാധന കണ്ണുകളടച്ച് തിരികൾ സാവകാശം ഊതി കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ വചനം നമ്മളെ ഇങ്ങനെ പഠിപ്പിച്ചു. പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നതെന്തും ലഭിക്കും എന്ന് വിശ്വസിക്കുകയും നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. മർക്കോസ് 11:24-25 വചനങ്ങളിൽ കർത്താവ് അരുളി ചെയ്തു. ഈ രാത്രിയിൽ ഈ ആരാധനയിൽ സംബന്ധിക്കുന്ന ഓരോ മകനും ഓരോ മകളും അഭിഷേകം പ്രാപിക്കുന്ന സമയമാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തു തന്നെ ആയാലും ഈ ആരാധന മണിക്കൂറിൽ അതിനൊരു സൗഖ്യമുണ്ട്, അതിനൊരു വിടുതലുണ്ട്. അത് നിങ്ങൾ വിശ്വസിക്കുക. എൻ്റെ കർത്താവിൻ്റെ പ്രശ്നങ്ങളിൽ മതിയായവനാണെന്ന് വിശ്വസിക്കുക. എൻ്റെ കർത്താവിൻ്റെ പ്രതിസന്ധികൾക്ക് ഉത്തരമാണെന്ന് വിശ്വസിക്കുക. എൻ്റെ കർത്താവിൻ്റെ രോഗങ്ങളിൽ സൗഖ്യമാണെന്ന് വിശ്വസിക്കുക. പുറപ്പാട് 23:25 കർത്താവ് അരുളി ചെയ്തു, നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം, അപ്പോൾ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ഞാൻ ആശീർവദിക്കും, രോഗങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യും, വന്ധ്യതയോ ക്ഷാമമോ ദേശത്തുണ്ടായിരിക്കുകയില്ല. വലിയ അനുഗ്രഹം കർത്താവ് നമുക്ക് നൽകും. ഈ രാത്രി വിശുദ്ധ മാലാഖമാരോട് ചേർന്ന് സ്വർഗവാസികളോട് ചേർന്ന് നമ്മൾ കർത്താവിനെ ആരാധിക്കാൻ ഒരുങ്ങുന്ന സമയമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വർഗത്തിലെ മാലാഖമാരുടെ കീർത്തനങ്ങളോട് സ്വർഗവാസികളോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കുന്ന ഈ സമയം അത്ഭുതത്തിൻ്റെ സമയമാണ്. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് നന്നായിട്ട് ഉയർത്തി, ദൈവമേ ഈ ഗാനം ആലപിച്ച് ഞങ്ങൾ നിന്നെ ആരാധിക്കുമ്പോൾ, ഈ സ്വർഗവാസികളോട് ചേർന്ന് ആരാധിക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി നീ അത്ഭുതം പ്രവർത്തിക്കണമേ, ഞങ്ങൾക്ക് വേണ്ടി അടയാളങ്ങൾ പ്രവർത്തിക്കണമേ, അത്ഭുതങ്ങളും അടയാളങ്ങളും വഴി നിന്റെ കരബലം പ്രകടമാക്കണമേ. കരങ്ങൾ ഉയർത്തി മനസ്സ് തുറന്ന് കർത്താവിനെ സ്തുതിക്കട്ടെ. പോരാ, ശക്തിയോടെ സ്തുതിക്കട്ടെ. ദൂരദേശങ്ങളിൽ ഈ ആരാധന പങ്കെടുക്കുന്ന ദൈവമക്കൾ കർത്താവിനെ സ്തുതിക്കട്ടെ. ആരാധന 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 യേശു ആരാധന 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 യേശു ആരാധന 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 യേശു ആരാധന 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 യേശു ആരാധന ആരാധന യേശു ആരാധന ആരാധന. ഇത് ആരാധനയുടെ സമയമാണ്.
ഇത് സൗഖ്യത്തിന്റെ സമയമാണ്, ഇത് രക്ഷയുടെ സമയമാണ്. കരങ്ങൾ ഉയർത്തി ആരാധിക്കട്ടെ. Glory, 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 glory. Hara, 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 hara. Hara, 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 hara. Yesu ആരാധന, 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 ആരാധന. യേശു ആരാധന, ആരാധന, ആരാധന. യേശു ആരാധന, ആരാധന, ആരാധന. കണ്ണുകൾ അടച്ച് കൈകൾ അടിച്ച് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ ദൈവമക്കളും കരങ്ങളടിച്ച് പ്രാർത്ഥിക്കട്ടെ, കരങ്ങളടിച്ച് സ്തുതിക്കട്ടെ, കരങ്ങളടിച്ച് ഗാനം ആലപിക്കട്ടെ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥൻ യേശുവിനെ ആരാധിക്കുന്നേ. ചേർന്ന് ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, പാടാം. ആത്മനാഥൻ യേശുവിനെ ആരാധിക്കുന്നേ. പാടിക്കേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ചേർന്ന് ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. രണ്ട് വശങ്ങളിലേക്ക് കൈകൾ അടിച്ച് കാലുകൾ മാറ്റി മാറ്റി ചവിട്ടി ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും കർത്താവിനെ ആരാധിക്കട്ടെ. ഓ, ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ഓരോ ദൈവമക്കളും അവരുടെ ശരീരവും മനസ്സും ആത്മാവിനും സമർപ്പിച്ച് ആരാധിക്കട്ടെ. ഒരുപാട് സൗഖ്യം നൽകുന്ന, ഒരുപാട് വിടുതൽ നൽകുന്ന സമയമാണ്. നന്നായി കൈയടിച്ച് ഇടതോട്ടും വലതോട്ടും അനങ്ങി നല്ല സ്വാതന്ത്ര്യത്തോടെ ഞങ്ങൾ വിശ്വാസത്താൽ ആരാധിക്കുന്നേ, വിശ്വാസത്താൽ ഞങ്ങൾ മുഖം കണ്ട് ആരാധിച്ചിടും. പാടുന്നു. ഇന്നു ഞങ്ങൾ വിശ്വാസത്താൽ ആരാധിക്കുന്നേ, അന്നു ഞങ്ങൾ മുഖം കണ്ട് ആരാധിച്ചിടും. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥൻ യേശുവിനെ ആരാധിക്കുന്നേ. പാടാം. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ഇടതോട്ടും വലതോട്ടും കൈകൾ അടിച്ച് കാലുകൾ നന്നായി മാറ്റി മാറ്റി ചവിട്ടി ഓ സ്വാതന്ത്ര്യത്തോടെ ആരാധിക്കുക പ്രിയപ്പെട്ടവരെ. സ്വർഗത്തിലെ ദൂതന്മാർ അനവരതം കർത്താവിനെ ആരാധിക്കുന്നതിന്റെ കൂടെ നമുക്കും ആരാധിക്കാം. അപ്പോൾ വിടുതലുണ്ട്, സൗഖ്യമുണ്ട്, രക്ഷയുണ്ട്. വിശ്വാസത്താൽ ആരാധിക്കട്ടെ. ബന്ധനമഴിയും കെട്ടുകളഴിയും ആരാധനയെങ്കിൽ, കോട്ടകൾ തകരും ബാധകളൊഴിയും ആരാധനയെങ്കിൽ. പാടാം. ബന്ധനമഴിയും കെട്ടുകളഴിയും ആരാധനയെങ്കിൽ, കോട്ടകൾ തകരും ബാധകളൊഴിയും ആരാധനയെങ്കിൽ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥൻ യേശുവിനെ ആരാധിക്കുന്നേ. സ്വരമുയർത്തി പാടുന്നു. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. രോഗം മാറും, ക്ഷീണം മാറും ആരാധനയെങ്കിൽ, മൺകുടമുടയും തീ കത്തിയിടും ആരാധനയെങ്കിൽ. ശക്തിയോടെ മാറും, ക്ഷീണം മാറും ആരാധനയെങ്കിൽ, മൺകുടമുടയും തീ കത്തിയിടും ആരാധനയെങ്കിൽ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥൻ യേശുവിനെ ആരാധിക്കുന്നേ. കരങ്ങൾ ഉയർത്തിയടിച്ച് ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. അപ്പോസ്തലർ രാത്രികാലെ ആരാധിച്ചപ്പോൾ കരങ്ങൾ താഴ്ത്തി ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. പാടാം. അപ്പോസ്തലർ രാത്രികാലെ ആരാധിച്ചപ്പോൾ കൈകൾ താഴ്ത്തി അടിച്ച് ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം
മോചിതരായല്ലോ രോഗം മാറും ക്ഷീണം മാറും ആരാധനയെങ്കിൽ മൺകുടമുടയും തീ കത്തിയിടും ആരാധനയെങ്കിൽ ആരാധിക്കുന്നു. രോഗം മാറും ക്ഷീണം മാറും ആരാധനയെങ്കിൽ ലോകം മാറട്ടെ, മൺകുടമുടയും തീ കത്തിയിടും ആരാധനയെങ്കിൽ അഗ്നി ഇറങ്ങട്ടെ, ബന്ധനമഴിയും കെട്ടുകളഴിയും ആരാധനയെങ്കിൽ കോട്ടകൾ തകരും ബാധകളൊഴിയും ആരാധനയെങ്കിൽ ബന്ധനമഴിയും കെട്ടുകളഴിയും ആരാധനയെങ്കിൽ കോട്ടകൾ തകരും ബാധകളൊഴിയും ആരാധനയെങ്കിൽ ആമേൻ. ഇന്നു ഞങ്ങൾ വിശ്വാസത്താൽ ആരാധിക്കുന്നേ യേശുവേ, അന്നു ഞങ്ങൾ മുഖം കണ്ട് ആരാധിച്ചിടും യേശുവേ, ഇന്നു ഞങ്ങൾ വിശ്വാസത്താൽ ആരാധിക്കുന്നേ അന്നു ഞങ്ങൾ മുഖം കണ്ട് ആരാധിച്ചിടും ഹല്ലേലൂയ ഹല്ലേലൂയ ഗീതം പാടിടാം കരങ്ങൾ വീശി, ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചിടാം കരങ്ങൾ വീശി, ഹല്ലേലൂയ ഹല്ലേലൂയ ഗീതം പാടിടാം ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചിടാം 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 ഹല്ലേലൂയ ഗീതം പാടിടാം കരങ്ങൾ താഴ്ത്തി കൈകളടിച്ച് ഗീതം പാടി ആരാധിച്ചിടാം ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ കൈകൾ താത്തി അടിച്ച് യേശുവിനെ ആരാധിക്കുന്നേ ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ ഹല്ലേലൂയ ഹല്ലേലൂയ ഗീതം പാടിടാം ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചിടാം ഹല്ലേലൂയ ഹല്ലേലൂയ ഗീതം പാടിടാം ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചിടാം ഹല്ലേലൂയ ഹല്ലേലൂയ ഗീതം പാടിടാം ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചിടാം മാലാഖമാരുടെ കൂടെ പാടട്ടെ. ഹല്ലേലൂയ ഗീതം പാടിടാം ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചിടാം യേശുവേ, കരങ്ങൾ ഉയർത്തി യേശുവിനെ ആരാധിക്കട്ടെ. ഹര 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 ഹര. വലിയ സ്വരത്തിൽ സ്തുതിക്കട്ടെ, ചെറിയവരും വലിയവരും സ്തുതിക്കട്ടെ. കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് നമ്മുടെ വിശ്വാസത്തിൻ്റെ എല്ലാ ശക്തിയോടും കൂടെ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയമാണിത്. ഈ രാത്രി ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ കർത്താവിനെ ആരാധിക്കാൻ ദൈവസന്നിധിയിൽ ഒരുമിച്ച് ചേർന്നിരിക്കുന്ന ദൈവജനമേ, ഇത് അനുഗ്രഹത്തിൻ്റെ രാത്രിയാണെന്ന് ഓർക്കുക. ഇത് സൗഖ്യത്തിൻ്റെ രാത്രിയാണെന്ന് ഓർക്കുക. ഇത് നിനക്കൊരു വിടുതൽ ദൈവം നൽകുന്ന രാത്രിയാണെന്ന് ഓർക്കുക. നിന്റെ ജീവിതത്തെ കർത്താവിന് സമർപ്പിക്കുക. വിശ്വാസത്താൽ നിന്റെ ജീവിതത്തെ കർത്താവിന് വിട്ടുകൊടുക്കുക. അവന് ഇഷ്ടമുള്ളത് ചെയ്യാൻ, അവൻ്റെ ഇഷ്ടം നിന്റെ ജീവിതത്തിൽ പൂർത്തിയാക്കാൻ നീ നിന്റെ ജീവിതത്തെ കർത്താവിന് സമർപ്പിക്കുക. വിശ്വാസത്താൽ അബ്രാഹാം തൻ്റെ കുഞ്ഞിനെ ദൈവത്തിന് വിട്ടുകൊടുത്തതുപോലെ, വിശ്വാസത്താൽ അബ്രാഹാം തനിക്കുള്ളതെല്ലാം സമർപ്പിച്ചതുപോലെ, പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇപ്പോൾ വിശ്വാസത്താൽ നമ്മുടെ ജീവിതത്തെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ പ്രിയപ്പെട്ടതിനെ, നമുക്കുള്ളതിനെല്ലാം കർത്താവിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന രാത്രിയാണ്. ഈ രാത്രി ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന രാത്രിയാണ്. ഇന്നുവരെ നീ പ്രാർത്ഥിച്ചിട്ട് നടക്കാത്ത കാര്യങ്ങൾ, ഇന്നുവരെ നീ ആഗ്രഹിച്ച് കിട്ടാത്ത കാര്യങ്ങൾ ഈ രാത്രി നിനക്ക് വേണ്ടി നമ്മുടെ കർത്താവ് ചെയ്യുന്ന ഒരു രാത്രിയാണിത്. വിശ്വസിക്കുക, എൻ്റെ ദൈവം വലിയവനാണ്, എൻ്റെ ദൈവം വലിയവനാണ്. അവിടുന്ന് എൻ്റെ പ്രശ്നങ്ങളുടെ മേൽ അധികാരിയാണ്. എൻ്റെ പ്രശ്നങ്ങൾക്ക് ഉത്തരം എൻ്റെ കർത്താവാണ്. അത് വിശ്വസിക്കുന്ന ഓരോരുത്തരും കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ച് ഈ രാത്രിയിൽ ദൈവത്തോട്
ദൈവത്തോട് ചേർന്ന് ആരാധിക്കട്ടെ. ദൈവത്തെ മഹത്വപ്പെടുത്തി ആരാധിക്കട്ടെ. ദൈവത്തിന്റെ ദൂതന്മാരോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കാൻ മനസ്സ് ഒരുക്കട്ടെ. കണ്ണടച്ച് കരങ്ങൾ കൂപ്പി ഇങ്ങനെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, പോരാ സ്വരമുയർത്തി ഈ ശബ്ദത്തിൽ ഈ ആരാധന പങ്കെടുക്കുന്ന സകലരും ഒരുമിച്ച് പ്രാർത്ഥിക്കട്ടെ. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, ഈ രാത്രിയിൽ വിശ്വാസത്തോടെ നിന്നെ ആരാധിക്കുന്ന നിന്റെ മക്കളുടെ മേൽ അനുഗ്രഹം വർഷിക്കണമേ, സൗഖ്യം വർഷിക്കണമേ, വിടുതൽ നൽകണമേ. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, ആഴമായ വിശ്വാസത്തോടെ അങ്ങയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. എന്റെ ദൈവമേ, ഈ രാത്രിയിൽ എന്നെ സ്പർശിക്കണമേ. ഈ ആരാധനാ മണിക്കൂറിൽ സൗഖ്യം നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, അവിടുത്തെ പുത്രനായ യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും സംഭവിക്കട്ടെ. യേശു നാമത്തിൽ രോഗികൾ അത്ഭുത സൗഖ്യം പ്രാപിക്കട്ടെ. യേശു നാമത്തിൽ അന്ധകാര ശക്തികൾ കൂട്ടത്തോടെ പലായനം ചെയ്യട്ടെ. യേശു നാമത്തിൽ ബന്ധനങ്ങൾ അഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, അവിശ്വാസ ചിന്തകൾ യേശു നാമത്തിൽ വിട്ടുമാറട്ടെ. യേശു നാമത്തിൽ എന്റെ വിശ്വാസം വർദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, ഈ രാത്രിയിൽ എന്നെ സുഖപ്പെടുത്തുവാൻ, എന്നെ അനുഗ്രഹിക്കുവാൻ, എന്നെ രക്ഷിക്കുവാൻ തടസ്സം നിൽക്കുന്ന എന്റെ അവിശ്വാസ ചിന്തകൾ, എന്റെ യുക്തി ചിന്തകൾ, നിരീശ്വര ചിന്തകൾ യേശു നാമത്തിൽ ഞാൻ ഉപേക്ഷിക്കുന്നു. എന്റെ ദൈവം സർവശക്തനാണെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. എന്റെ ദൈവം എന്റെ കർത്താവാണെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. സാത്താനെയും ലോകത്തെയും രോഗത്തെയും ശാപത്തെയും പരാജയപ്പെടുത്തിയ എന്റെ യേശുവിനെ ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഏറ്റുപറയുന്നു. യേശു മാത്രമാണ് എന്റെ ദൈവമെന്ന് ഞാൻ ഏറ്റുപറയുന്നു. യേശു മാത്രമാണ് എന്റെ ജീവിതത്തിന്റെ എന്റെ കുടുംബത്തിന്റെ കർത്താവെന്ന് ഞാൻ ഏറ്റുപറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു എന്റെ ജീവിതത്തിന്റെയും കുടുംബത്തിന്റെയും കർത്താവാണെന്ന് വിശ്വസിക്കുന്നവർ രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. യേശു എൻ്റെ കുടുംബത്തിൻ്റെ, എൻ്റെ ജീവിതത്തിൻ്റെ, എൻ്റെ സകല പ്രശ്നത്തിൻ്റെ കർത്താവാണെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക, കണ്ണുകൾ അടച്ചു പിടിക്കുക. നീ ലോകത്ത് എവിടെയാണെങ്കിലും കരം ഉയർത്തിപ്പിടിക്കുക, കണ്ണടച്ചു പിടിക്കുക. യേശു ക്രിസ്തുവിനെ നിന്റെ ഹൃദയത്തിൽ രക്ഷകനും നാഥനും കർത്താവായി സ്വീകരിക്കാൻ താല്പര്യമുള്ളവര്, അനുഗ്രഹം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവർ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് യേശുവിനെ വിളിക്കുന്ന സമയമാണ്. റോമ 10:13 കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന സകലരും രക്ഷ പ്രാപിക്കും. കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന സകലരും രക്ഷ പ്രാപിക്കും. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിങ്ങൾക്ക് എന്തുമാത്രം വിശ്വാസമുണ്ടോ, എന്തുമാത്രം അനുഗ്രഹം വേണോ, അത്ര ഉറക്കെ, അത്ര ശക്തിയോടെ യേശുവേ എന്ന് വിളിക്കട്ടെ. എല്ലാവരും യേശുവിനെ വിളിക്കട്ടെ. പോരാ, ശക്തിയോടെ വിളിക്കട്ടെ. യേശു നാമത്തെ വിളിക്കട്ടെ. ചെറിയവരും വലിയവരും വിളിക്കട്ടെ. അത്യുന്നതനായ ദൈവത്തെ വിളിക്കട്ടെ.
രോഗികൾ വിളിക്കട്ടെ, പാപികൾ വിളിക്കട്ടെ, തകർച്ചയിലിരിക്കുന്നവർ വിളിക്കട്ടെ. ഇത് വിടുതൽ സമയമാണ്. ഹാല 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 ഹാല. യേശുവേ ആരാധന 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 ആരാധന. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ രക്ഷകനേ, കരങ്ങൾ കൂപ്പി യേശുവേ, കണ്ണുകൾ അടച്ച് രക്ഷകനേ, യേശുവേ കർത്താവേ, നാഥനേ, ചേർന്ന് പാടുന്നു. കർത്താവാണെന്നും നീ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. നീ കർത്താവാണെന്നും കൂടെ പാടുക പ്രിയപ്പെട്ടവരെ. ദൈവമാണ് യേശു കർത്താവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. പ്രഖ്യാപിക്കുക, അതാണ് വിശ്വാസം. മതിയായവനാണ് കർത്താവേ, നാഥനേ, കരങ്ങൾ ഉയർത്തി യേശുവേ, യേശുവേ രക്ഷക, രക്ഷക, കർത്താവേ, കർത്താവേ, നാഥനേ, നാഥനേ, ആവർത്തിച്ച് യേശുവേ, യേശുവേ രക്ഷക, കർത്താവേ, കർത്താവേ, നാഥനേ, എല്ലാവരും ചേർന്ന് പാടുന്നു. യേശുവേ രക്ഷക, ശബ്ദമുട്ടി വിളിക്കട്ടെ. കർത്താവേ, നാഥനേ, യേശുവേ, യേശുവേ കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് രക്ഷക, ഉള്ളൂരിക്ക് പ്രാർത്ഥിക്കട്ടെ, ചങ്കുപൊട്ടി പ്രാർത്ഥിക്കട്ടെ. യേശുവേ, യേശുവേ, കർത്താവേ, നാഥനേ, രണ്ട് കരങ്ങളും ഹൃദയത്തോട് ചേർത്ത് വെച്ച് കർത്താവേ, നീ അല്ലാതെ എനിക്ക് മറ്റാരും ആശ്രയമില്ല ദൈവമേ. ഓ, ആ കാനാൻകാരി സ്ത്രീ വിശ്വാസത്താൽ പറഞ്ഞു, കർത്താവേ, മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ നായ്ക്കളും തിന്നുന്നുണ്ടല്ലോ കർത്താവേ, എനിക്കത് മതി. ഈ രാത്രി മകനെ, മകളെ, നീ നിന്റെ കർത്താവിനോട് പറ, ദൈവമേ, നിന്റെ മകനോ മകളോ എന്ന് വിളിക്കാനുള്ള യോഗ്യത എനിക്കില്ലെങ്കിലും വിശ്വാസത്താൽ യേശുക്രിസ്തു വഴി ദൈവമകന്റെ മകളുടെ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടിരിക്കുന്നവരാണല്ലോ ഞങ്ങൾ. തന്നെ വിശ്വസിക്കുന്നവർക്ക്, തന്റെ നാമത്തെ സ്വീകരിച്ചവർക്ക് ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. വിശ്വാസത്താൽ യേശുക്രിസ്തുവിലൂടെ ദൈവമക്കളാക്കി രൂപാന്തരപ്പെട്ടവരാണ് ഞാനും നിങ്ങളും. അങ്ങനെയെങ്കിൽ നമ്മൾ അവകാശികളാണ്. എങ്കിലും ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, ഞങ്ങൾ അവകാശികളാണെങ്കിലും പാപം വഴി എല്ലാം നഷ്ടപ്പെടുത്തിയവരാണ്. ഇപ്പോൾ ഈ രാത്രി നിന്റെ മുമ്പിൽ നിന്ന് കണ്ണുനീരോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്ന ദൈവമാണ്. കർത്താവെ, നുറുങ്ങിയ ഹൃദയത്തോടെ, തകർന്ന മനസ്സോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഞങ്ങളെ സ്പർശിക്കണമേ. അങ്ങ് മാത്രമേ ഞങ്ങൾക്ക് ഇനി ആശ്രയമുള്ളൂ. എല്ലാം നഷ്ടപ്പെട്ടവരാണ് കർത്താവെ. രോഗം ബാധിച്ചു, കടബാധിതയായി, തകർച്ച വന്നു, ദൈവമേ, കുടുംബസമാധാനം നഷ്ടപ്പെട്ടു. ഏത് വിധത്തിലും തകർന്ന ഒരു ജീവിതം, നാശക്കൂമ്പാരമായ ഒരു ജീവിതം, എവിടെ ചെന്നാലും പരാജയം മാത്രം. കർത്താവെ, കണ്ണുനീരിന്റെ ഒരു ജീവിതമാണ് എൻ്റേത്. ഈ രാത്രി നീ എന്നെ സന്ദർശിക്കണമേ കർത്താവെ, നീ എന്നെ സന്ദർശിക്കണമേ കർത്താവെ. ഏക മകന്റെ ശവടക്കിന് പോയ ആ വിധവയെ കണ്ടപ്പോൾ നിന്റെ ഹൃദയം സഹതാപത്താൽ നിറഞ്ഞില്ല കർത്താവെ. ഈ രാത്രി ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന മക്കളെ കാണുമ്പോൾ എന്റെ കർത്താവെ, നിന്റെ ഹൃദയം സഹതാപത്താൽ നിറയുമെന്ന് ഞങ്ങൾക്കറിയാം. ദൈവമേ, ഈ രാത്രി ഞങ്ങൾ ആ വിധവയെ പോലെ പ്രാർത്ഥിക്കുകയാണ്. ഭർത്താവ് മരിച്ചു, ഏക ആശ്രയം മകനായിരുന്നു, അവനും നഷ്ടപ്പെട്ടു. കണ്ണീരോടെ ആ വിലാപയാത്രയിൽ ആ ശവടക്കിൽ പങ്കെടുക്കുന്ന ആ മകളെ കണ്ടപ്പോൾ സാരമില്ല, കരയണ്ടെന്ന് പറഞ്ഞ് നീ ആശ്വസിപ്പിച്ചു. ദൈവമേ, ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഈ ആരാധനയെ സംബന്ധിച്ച് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന നിന്റെ മക്കളെ നീ കാണണമേ ദൈവമേ. അവരെ ആശ്വസിപ്പിക്കണമേ കർത്താവേ. എല്ലാം നഷ്ടപ്പെട്ടവർ, ഓ ദൈവമേ, ഒന്ന് വിളിച്ചാൽ നീ ഓടി വരുന്നവരാണെന്ന് ഞങ്ങൾക്കറിയാം. ഒന്ന് കരഞ്ഞാൽ ഞങ്ങളുടെ കണ്ണുനീര് ഒപ്പിയെടുക്കുന്നവരാണെന്ന് ഞങ്ങൾക്കറിയാം. ദൈവമേ, ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണെങ്കിൽ, മനമുരിയവർക്ക് അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരവുണ്ടെങ്കിൽ
ഈ രാത്രി ദൈവമേ നിന്റെ തന്നെ സന്നിധിയിൽ ഞങ്ങളും പ്രാർത്ഥിക്കുകയാണ്. ഹൃദയ പരമാർത്ഥതയോടെ തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് അവിടുന്ന് ഉത്തരമരുളുന്ന ദൈവമാണല്ലോ. മകനെ, മകളെ, നീ ആരായാലും എവിടെ നിൽക്കുന്ന വ്യക്തിയാണെങ്കിലും ഇപ്പോൾ ഈ സമയത്ത് നിന്റെ കർത്താവിനോട് നീ ഒരു തുള്ളി കണ്ണീര് പൊഴിച്ച് പ്രാർത്ഥിക്കുക. ഹന്ന ദേവാലയത്തിലേക്ക് ചെന്ന് ഹൃദയം നൊന്ത് പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ അരികിൽ ദൈവം പ്രത്യക്ഷനായി. പുരോഹിതന്റെ രൂപത്തിൽ ദൈവം അവളെ ആശ്വസിപ്പിച്ചു. മകനെ, ഈ രാത്രി നിന്റെ അരികിൽ ദൈവമുണ്ട്. ഹാഗാർ മരുഭൂമിയിൽ കണ്ണീരോടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അവളുടെ അരികിൽ ദൈവം പ്രത്യക്ഷപ്പെട്ട് അവളെ അനുഗ്രഹിച്ച രാത്രിയാണ്. ദൈവമേ, എന്നെ സുഖപ്പെടുത്തണമേ. രണ്ട് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഹൃദയത്തിന്റെ ഭാരം, ഹൃദയത്തിന്റെ നൊമ്പരം, ഹൃദയത്തിന്റെ വേദന നീ ദൈവത്തോട് പറയുക. ദൈവമേ, ഹന്നായെ പോലെ ദേവാലയത്തിലേക്ക് ചെന്ന് ഹൃദയം നൊന്ത് അവൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു. മകനെ, മകളെ, നീ വിളിച്ചാൽ ഉത്തരം അരുളുന്ന ഒരു ദൈവം, നീ കരഞ്ഞാൽ കണ്ണീര് തുടയ്ക്കുന്ന ഒരു ദൈവമുണ്ട്. ഈ രാത്രി ആ ദൈവം നിന്റെ അരികിലുണ്ട്. അവനിലുള്ള വിശ്വാസം നീ ഏറ്റു പറഞ്ഞാൽ അവൻ നിന്നെ രക്ഷിക്കുന്നവനാണ്. അവനിലുള്ള വിശ്വാസം, അവൻ നിന്റെ കർത്താവാണെന്ന് നീ അംഗീകരിച്ചു കഴിഞ്ഞാൽ അവൻ നിന്നെ കണ്ണുനീരൊപ്പുന്ന ദൈവമാണ്. നിന്റെ വേദനകളെ മാറ്റുന്ന ദൈവമാണ്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായി നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. രണ്ട് കൈകളും ശിരസിലേക്ക് വെക്കുക, രണ്ട് കരങ്ങളും ശിരസിലേക്ക് വെക്കുക. ദൈവമേ, ശിരസ് മുതൽ ഉള്ളംകാൽ വരെ, ശിരസ് മുതൽ ഉള്ളംകാൽ വരെ ക്ഷതമേറ്റു കർത്താവേ. രോഗം, തകർച്ച, പരാജയം, ദുഃഖം, വേദന മാത്രമേ ഉള്ളൂ ദൈവമേ. വിശ്വാസം പോലും പോയി 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 കർത്താവേ. എന്റെ വിശ്വാസം പോലും പോയി കർത്താവേ. ഇന്ന് തകർന്ന ഒരു ജീവിതമാണ്. ആ ശിരസിലേക്ക് കൈകൾ വെച്ച് യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. മകനെ, നീ മറ്റാരെ നോക്കരുത്. മകളെ, നീ മറ്റാരെ നോക്കരുത്. നിന്റെ കർത്താവിനെ മാത്രമേ നോക്കാവുള്ളൂ. ഈ അൾത്താരയിൽ അവനുണ്ട്, ഈ ആരാധനയിൽ അവനുണ്ട്, ലോകത്തിൽ അവനുണ്ട്. നീ എവിടെയാണെങ്കിലും അവിടെ യേശു ഉണ്ട്. നിന്റെ കരങ്ങൾ ശിരസിലേക്ക് വെച്ച് ആ രോഗം ബാധിച്ച സ്ഥലത്തേക്ക്, തളർന്ന മനസ്സിലേക്ക്, തളർന്ന ഹൃദയത്തിലേക്ക് ഇതാ നാഥന്റെ ശക്തി ഒഴുകുകയാണ്. യേശുവെ എന്ന് വിളിക്കട്ടെ. അടുത്ത് നിൽക്കുന്ന ഒരു 3 പേർക്ക് കേൾക്കാവുന്ന സ്വരത്തിൽ യേശുവിനെ വിളിക്കട്ടെ. ആവർത്തിച്ച് ആവർത്തിച്ച് വിളിക്കട്ടെ. യേശുവെ, യേശുവെ എന്ന് വിളിക്കട്ടെ. ഒന്ന് വിളിച്ചാൽ ഓടി എന്റെ അരികിലെത്തും. ഒന്ന് തളർന്നാൽ അവരുടെ മനസ്സ് തുറക്കും. ഈ രാത്രി നിന്റെ അരികിൽ വരുന്നവനാണ്, നിന്റെ അരികിൽ വരുന്നവനാണ്. വിളിക്കുക, വിളിക്കുക, യേശുവിനെ വിളിക്കുക. യേശുവേ, ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഉയരുന്ന വിളി, ഇതാ കർത്താവിന്റെ സന്നിധിയിൽ എത്തുന്ന വിളി, യേശു സന്നിധിയിൽ എത്തുന്ന വിളി. അപ്പാ, ആബാ, ആബാ, എന്റെ ദൈവമേ. യേശുവേ, കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് പാടി പ്രാർത്ഥിക്കുകയാണ്. ഒന്ന് വിളിച്ചാൽ ഓടി എൻ്റെ അരികിലെത്തുന്ന ദൈവം, കണ്ണീര് തുടയ്ക്കുന്ന ഒരു ദൈവം. ആരും ഇരിക്കരുത്. ലോകത്തിലെവിടെയാണെങ്കിലും ഒന്നിനെ മുട്ടുകുത്തി നിൽക്കുക, അല്ലെങ്കിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുക, കുറച്ച് ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുക. ഇത് കർത്താവ് പ്രവർത്തിക്കുന്ന സമയമാണ്. ഈ സമയത്ത് അവിശ്വാസത്തോടെ, അലസമായ ചിന്തയോടെ ഈ സമയം നഷ്ടപ്പെടുത്തരുത്. ഇത് സൗഖ്യത്തിന്റെ രാത്രിയാണെന്ന് കർത്താവ് സന്ദേശം നൽകുന്നുണ്ട്. ഇത് അനുഗ്രഹത്തിന്റെ രാത്രിയാണ്. ഇന്ന് വരെ കിട്ടാത്ത ഒരു കൃപ നിന്റെ മേൽ കിട്ടുന്ന സമയമാണ്. ഇതാ ദൈവം വരുന്ന സമയം. ഒന്നു സ്തുതിച്ച അവനെന്റെ മനം തുറക്കും. ചങ്കുപൊട്ടി പ്രാർത്ഥിക്കും. നമ്മുടെ ദൈവം എത്ര നല്ല സ്നേഹമെന്റെ നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ ദൈവം. ഓ എത്ര നല്ല സ്നേഹമെന്റെ ഈശോ. കണ്ണുനീര് തുടച്ചെടുക്കുകയാണ് കർത്താവ്. അപ്പാ, യേശുവേ, യേശുവേ, ഒന്നു സ്തുതിച്ചാൽ അവനെന്റെ മനം തുറക്കും. നിറ കണ്ണുകളോട് പ്രാർത്ഥിക്കുക. മിഴി തുടയ്ക്കും. ഓ എത്ര നല്ല സ്നേഹമെന്റെ ഈശോ. എന്നെ കൈവിട്ട് കളയരുത്. എത്ര നല്ല
കർത്താവിന്റെ കരം പിടിക്കുന്നവനാണല്ലോ. ദൈവമേ, ഞാൻ തളർന്നു മടുത്തു, ഞാൻ നടന്നു മടുത്തു, ഞാൻ പ്രാർത്ഥിച്ചു മടുത്തു, അപേക്ഷിച്ചു മടുത്തു. കർത്താവേ, ഞാൻ പോകാത്ത പള്ളികളില്ല, ഞാൻ പ്രാർത്ഥിക്കാത്ത വിശുദ്ധരില്ല. ഒരുപാട് പ്രാർത്ഥിച്ചു കർത്താവേ, ഒരുപാട് അപേക്ഷകളും നേർച്ചകളും, ഒരുപാട് ദുഃഖം, ഒരുപാട് തകർച്ച എല്ലാം എൻ്റെ മേലുണ്ട്. ദൈവമേ, എൻ്റെ ആയുസ് അറ്റുപോവുകയാണ്, എൻ്റെ ശരീരം ക്ഷയിച്ചു പോവുകയാണ്. കർത്താവേ, എൻ്റെ വിശ്വാസം പോലും മങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ. എൻ്റെ കരം പിടിക്കണമേ കർത്താവേ, എൻ്റെ കരം പിടിച്ചുയർത്തണമേ കർത്താവേ. ഒന്നു തളർന്നാലവൻ എൻ്റെ കരം പിടിക്കും, പിന്നെ കരുണാമയനായി താങ്ങി നടത്തും. ചേർന്ന് പാടുന്നു. തളർന്നാലവൻ എൻ്റെ കരം പിടിക്കും, ദൈവമേ, പിന്നെ കരുണാമയനായി താങ്ങി നടത്തും. യേശുവേ, ശാന്തി പകരും, എൻ്റെ മുറിവുണക്കും. എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ, ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ. രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ഒന്ന് വിളിച്ചാൽ എൻ്റെ അരികിലെത്തും. ഒന്ന് സ്തുതിച്ചാൽ അവനെൻ്റെ മനം തുറക്കും. ഒന്നു കരഞ്ഞാൽ മരിച്ചൻ മിഴി തുടയ്ക്കും. ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ, ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ, ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ. പ്രിയപ്പെട്ട മകനെ, മകളെ, ഈ രാത്രിയിൽ ഇന്നോളം നിന്നെ തളച്ചിട്ടിരിക്കുന്ന എല്ലാ തിന്മയുടെയും ബന്ധനത്തിന്റെയും കെട്ടുകളെ കർത്താവ് പൊട്ടിക്കുകയാണ്. ലേവ്യർ 26:13 നിവർന്ന് നടക്കേണ്ടതിന് നിന്റെ മുഖത്തിന്റെ കെട്ടുകൾ ഞാൻ പൊട്ടിക്കും. നീ ദൈവത്തിന്റെ മകൻ മകളെന്ന സ്വാതന്ത്ര്യത്തോടെ ഈ ഭൂമിയിൽ ഐശ്വര്യം ആസ്വദിച്ച് ജീവിക്കേണ്ടതിന് തടസ്സം നിൽക്കുന്ന നിന്റെ മുഖത്തിന്റെ കെട്ടുകളെ ഈ രാത്രി കർത്താവ് പൊട്ടിക്കുന്ന രാത്രിയാണ്. മകനെ, നീ രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക, അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തും. പ്രഭാഷകൻ 38:9 വചനപ്രകാരം ഇതാ ദൈവം പ്രവർത്തിക്കുകയാണ്. ജെറമ്യാ 32:27 ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ? ഈ രാത്രി ദൈവം തന്റെ കരബലം തന്റെ ജനത്തിനു വേണ്ടി പ്രകടിപ്പിക്കുകയാണ്. മകനെ, മകളെ, ഇന്നോളം നിന്റെ ജീവിതത്തിലുണ്ടായ സകല കഷ്ടതകളും സകല രോഗങ്ങളും സകല പ്രയാസങ്ങളും കർത്താവ് സുഖപ്പെടുത്താൻ പോവുകയാണ്. ഇപ്പോൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും ഏത് കോണിൽ നിൽക്കുന്ന വ്യക്തിയാണെങ്കിലും ഈ ആരാധനയെ സംബന്ധിക്കുന്ന ഒരു വ്യക്തിയാണ് നീയെങ്കിൽ നിന്റെ വലതുകരം രോഗമുള്ള ഭാഗത്തേക്ക് വെക്കുക. നിന്റെ വലതുകരം രോഗമുള്ള ഭാഗത്തേക്ക് വെക്കുക. ഓ, നിന്റെ കൈക്കുഞ്ഞിനാണ് രോഗമെങ്കിൽ അപ്പനും അമ്മയും അടുത്ത് നിൽപ്പുണ്ടെങ്കിൽ ആ വലതുകരം, അപ്പന്റെ അമ്മയുടെ വിശുദ്ധ കരം ആ കൈക്കുഞ്ഞിന്റെ ദേഹത്തേക്ക് വെക്കുക, രോഗമുള്ള സ്ഥലത്തേക്ക് വെക്കുക. സ്വന്തമായ ശരീരത്തിൽ രോഗമാണെങ്കിൽ ആ സ്ഥലത്തേക്ക് വെക്കുക. ഇവിടെ നിൽക്കുന്നവർ രോഗമുള്ള സ്ഥലത്തേക്ക് വലതു കൈ ചേർത്ത് വെക്കുക. ഇത് കർത്താവിന്റെ കരമാണെന്ന് വിശ്വസിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശ്വാസത്താൽ കർത്താവ് നമ്മളെ സുഖപ്പെടുത്തുന്ന സമയമാണ്. വിശ്വാസത്താൽ രോഗങ്ങളെ ശാസിക്കുന്ന സമയമാണ്. സങ്കീർത്തനം 107:20 അവിടുന്ന് തന്റെ വചനം അയച്ച് അവരെ സുഖപ്പെടുത്തി. പുറപ്പാട് 15:26 ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. ജ്ഞാനം 16:12 മരുന്നോ ലേപനൌഷധവും അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തിയത് നിന്റെ വചനമാണ്. നിന്റെ വചനമാണ്. അവൻ നമ്മുടെ രോഗങ്ങൾ വഹിക്കുകയും വേദനകൾ ചുമക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ രാത്രി നീ കരം വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് കർത്താവ് ശക്തി അയക്കുകയാണ്. ലൂക്ക 6:19 അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് അവരെ സുഖപ്പെടുത്തി. 1 പത്രോസ് 2:24 ദൈവത്തിന്റെ വചനം പഠിപ്പിച്ചു. അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. യെശയ്യാ 53 നമ്മുടെ വേദനകളാണ് അവൻ ചുമന്നത്, നമ്മുടെ രോഗങ്ങളാണ് അവൻ വഹിച്ചത്. ഇതാ വിശ്വാസത്താൽ രോഗങ്ങളും വേദനകളും കർത്താവിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കരങ്ങൾ അവിടെ വെച്ചുകൊണ്ട് എന്തുമാത്രം സൗഖ്യം വേണോ, എന്തുമാത്രം വിടുതൽ വേണോ അത്രേ ഉറക്കെ
അത്രയും വിശ്വാസത്താൽ യേശുവേ എന്ന് വിളിക്കട്ടെ. പോരാ, ചങ്കുപൊട്ടി വിളിക്കട്ടെ. ദാവീദിന്റെ പുത്ര യേശുവേ, ഞങ്ങളിൽ കനിയണമേ. ഹാല 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 ഹാല. കർത്താവേ, ലോകത്തിന്റെ നാനാ മൂലകളിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന രോഗികൾ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ. ഹാല 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 ഹാല. സുഖമാക്കണമേ കർത്താവേ, സുഖമാക്കണമേ കർത്താവേ. രണ്ട് കരങ്ങളും ഹൃദയത്തോട് ചേർത്ത് വെക്കുക. രണ്ട് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെക്കുക. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, എന്നെ ഒന്ന് തൊടണം. കുഷ്ഠരോഗി പറഞ്ഞു, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ പറ്റും. യേശു പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് സൗഖ്യമാകട്ടെ. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് നിങ്ങൾ പറ സഹോദരങ്ങളെ, ഈശോയെ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ പറ്റും. ആ കഴിവ് നിനക്കുണ്ട്. അത് ഏറ്റുപറയാണ്. നീ അതിന്റെ കർത്താവാണ്. അത് ഏറ്റുപറയാണ്. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് കണ്ണുകളടച്ച് സുഖമാക്കണമേ കർത്താവേ, സൗഖ്യം നൽകണമേ കർത്താവേ. കണ്ണുകളടച്ച് പാടി പ്രാർത്ഥിക്കുന്നു. സുഖമാക്കണേ ജീസസ്, സുഖമാക്കണേ. പാടാൻ പറ്റുന്നവരെല്ലാം പാടുക. സുഖമാക്കണേ, ചേർന്ന് പാടുന്നു. സുഖമാക്കണേ യേശുവേ, സുഖമാക്കണേ യേശുവേ. ഈശോയെ സുഖമാക്കണേ. രണ്ട് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ പാടുന്നു. സുഖമാക്കണേ, കരങ്ങൾ ഉയർത്തി പാടട്ടെ. സുഖമാക്കണേ, കുടുംബം ഒരുമിച്ച് പാടട്ടെ. ഈശോയെ സുഖമാക്കണേ, സമൂഹം ഒരുമിച്ച് പാടട്ടെ. സുഖമാക്കണമേ സുഖമാക്കണേ, എന്റെ കുടുംബത്തെ, എന്റെ സമൂഹത്തെ, എന്റെ ദേശത്തെ സുഖമാക്കണമേ കർത്താവേ. ഈശോയെ സുഖമാക്കണേ. രണ്ട് കൈകൾ തലയിലേക്ക് വെച്ച് സുഖമാക്കണമേ. സുഖമാക്കണേ, രണ്ട് കൈകൾ ശിരസിലേക്ക് വെച്ച് സുഖമാക്കണേ. ദൈവശക്തി വ്യാപരിക്കട്ടെ. ഈശോയെ സുഖമാക്കണേ, അത്യുന്നത ശക്തി വ്യാപരിക്കട്ടെ. സുഖമാക്കണേ, സുഖമാക്കണേ. ഈശോയെ സുഖമാക്കണേ. കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് നിങ്ങളുടെ കുടുംബത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള തടസ്സങ്ങളോ, വിവാഹം നടക്കുന്നില്ല, ജോലി ലഭിക്കുന്നില്ല, മക്കളുടെ വിദ്യാഭ്യാസം ശരിക്കും മുൻപോട്ട് പോകുന്നില്ല, എന്ത് ചെയ്താലും തടസ്സമാണ്, എന്ത് ചെയ്താലും അതെല്ലാം തകർച്ചയുടെ വക്കിലേക്ക് പോവുകയാണ്. കണ്ണടച്ച് കരങ്ങൾ കൂപ്പി ഈ തടസ്സത്തിൻ്റെ മേഖലയിൽ ഒരു ഉയർച്ച ലഭിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നിയമാവർത്തനം 28:1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് പഠിപ്പിച്ചു, സകല പ്രവൃത്തികളിൽ നീ അനുഗ്രഹീതനായിരിക്കും. നിന്റെ അപ്പക്കുട്ടയും മാവ് കുഴക്കുന്ന കലവും അനുഗ്രഹിക്കപ്പെടും. നിന്റെ മക്കളും സന്തതികളും വിളവുകളും കന്നുകാലിക്കൂട്ടും അനുഗ്രഹം പ്രാപിക്കും. സകല പ്രവൃത്തികളിൽ നീ ഒരു അനുഗ്രഹീതനായി തീരും. നീ ഒരു അനുഗ്രഹീതനായി തീരും. ആ വചനം വിശ്വസിക്കുക സഹോദരങ്ങളെ, ആ വചനം വിശ്വസിക്കുക. ആ വചനത്തിൽ നിങ്ങളുടെ ഹൃദയത്തെ കൊണ്ട് ഉറപ്പിച്ച് വെക്കുക. സകല പ്രവൃത്തികളിൽ നീ ഒരു അനുഗ്രഹീതനായി തീരും. ഈ രാത്രി ഈ ആരാധന സമാപന സമയത്ത് കർത്താവിൻ്റെ വലിയ അനുഗ്രഹത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കണ്ണുകളെ അടയ്ക്കുക, കരങ്ങൾ കൂപ്പിപ്പിടിക്കുക. നിങ്ങളുടെ കുടുംബത്തിലോ ജീവിതത്തിലോ നിങ്ങളുടെ വരുമാന മാർഗങ്ങളിലോ ഏതെങ്കിലും തടസ്സമുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു തടസ്സത്തിൻ്റെ ശക്തി നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനെ ബന്ധിച്ച് പ്രാർത്ഥിക്കാൻ പോവാണ്. റോമ 16:20 സമാധാനത്തിൻ്റെ ദൈവം ഉടൻ തന്നെ സാത്താനെ നിങ്ങളുടെ കാൽക്കീഴാക്കി തകർത്ത് കളയുന്ന സമയമാണ്. തടസ്സത്തിൻ്റെ ശക്തികളും കെട്ടുകളും എല്ലാം മാറി നമ്മുടെ കുടുംബം ഐശ്വര്യം പ്രാപിക്കണം, നമ്മുടെ മക്കൾ ഐശ്വര്യം പ്രാപിക്കണം, നമ്മുടെ ജീവിതം അനുഗ്രഹം പ്രാപിക്കണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇങ്ങനെ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവേ, പോരാ, ഉറക്കെല്ലാവരും വിശ്വാസത്താൽ ഏറ്റുചൊല്ലട്ടെ. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, എന്റെ ജീവിതത്തെ കാലാകാലങ്ങളായി തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ തടസ്സങ്ങളും യേശു നാമത്തിൽ വിട്ടുമാറട്ടെ. ജോലി തടസ്സങ്ങൾ, വിദ്യാഭ്യാസ തടസ്സങ്ങൾ, സാമ്പത്തിക തടസ്സങ്ങൾ യേശു നാമത്തിൽ മാറട്ടെ.
മാറട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ. വിവാഹ തടസ്സങ്ങൾ, വിവാഹ തടസ്സങ്ങൾ, മക്കൾ ജനിക്കാനുള്ള തടസ്സങ്ങൾ മക്കൾ ജനിക്കാനുള്ള തടസ്സങ്ങൾ യേശുനാമത്തിൽ യേശുനാമത്തിൽ മാറട്ടെ. മാറട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഉപജീവന മാർഗങ്ങൾ ഉപജീവന മാർഗങ്ങൾ ഐശ്വര്യം പ്രാപിക്കട്ടെ, ഐശ്വര്യം പ്രാപിക്കട്ടെ, സമൃദ്ധി ഉണ്ടാകട്ടെ. സമൃദ്ധി ഉണ്ടാകട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. വലതുകരം ഉയർത്തി എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ ഹല്ലേലൂയ. ഉറക്കെ പറയട്ടെ ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ. 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 രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ഈ അവസാന നിമിഷത്തിൽ ദൈവത്തിന്റെ വലിയ അനുഗ്രഹത്തിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്, വലിയ അഭിഷേകത്തിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്, പരിശുദ്ധാത്മാവിന്റെ ശക്തമായ സാന്നിധ്യം നമ്മളെ ഉയർച്ചയിലേക്ക് നയിക്കും, നമ്മുടെ കുടുംബത്തെ വളർച്ചയിലേക്ക് നയിക്കും, നമ്മുടെ മക്കളെ നല്ല ഭാവിയിലേക്ക് നയിക്കും. രണ്ട് കരങ്ങൾ നന്നായിട്ട് ഉയർത്തിപ്പിടിച്ച് എന്തുമാത്രം അനുഗ്രഹം നിങ്ങളുടെ കുടുംബത്തിന് വേണം, എന്തുമാത്രം ഉയർച്ച നിങ്ങളുടെ കുടുംബത്തിന് വേണം, എന്തുമാത്രം അഭിഷേകം നിങ്ങളുടെ കുടുംബത്തിന് വേണം, അത്ര അഭിഷേകവും അത്ര ഉയർച്ച ഉണ്ടാകാൻ വേണ്ടി കരങ്ങൾ ഉയർത്തി ഇതുവരെ സ്തുതിച്ചതിനേക്കാൾ സർവശക്തിയോടെ സ്തുതിക്കട്ടെ. യേശുവേ, കണ്ണുകൾ തുറന്ന് അൾത്താരിലേക്ക് നോക്കി സ്തുതിക്കട്ടെ. കെട്ടുകൾ അഴിയുന്ന സമയമാണ്. ലോകത്തിലേക്ക് ദൈവശക്തി വ്യാപരിക്കുന്നു. സ്തുതിക്കട്ടെ. നാനാദേശങ്ങളിൽ സ്തുതിക്കട്ടെ. സ്തുതിപ്പുയരട്ടെ. കുടുംബം, അപ്പനും അമ്മയും മക്കളും സ്തുതിക്കട്ടെ. സമൂഹം ഒരുമിച്ച് സ്തുതിക്കട്ടെ. ഇതാ യേശു നിങ്ങളെ ആശീർവദിക്കുന്നു. കരങ്ങൾ ഉയർത്തി യേശുവിനെ വിളിക്കട്ടെ. ലോകത്തിൽ മുഴുവൻ യേശുനാമം ഉയരട്ടെ. ദൈവശക്തി വ്യാപരിക്കുന്നു. കുടുംബങ്ങൾ വിടുതൽ പ്രാപിക്കുന്നു. കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് നിശബ്ദതയിൽ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.